എന്താണ് സമാധി? സമാധി ഹൈന്ദവമാണോ? ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും സമാധിയുമായി എന്തെങ്കിലും കാര്യമുണ്ടോ? സമാധി എന്നാൽ ഏതേലും ഒരു മതത്തിൻ്റെ ആശയമല്ല. സമാധി എന്ന വാക്ക് ബൈബിളിലില്ല, ഖുറാനിലില്ല എന്നതുകൊണ്ട് സമാധിയുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് വിവേകശൂന്യമാണ്. സമാധി എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ആ ആശയത്തിലുള്ള കാര്യങ്ങൾ താൻ വിശ്വസിക്കുന്ന മതത്തിലോ മതഗ്രന്ഥത്തിലോ ഉണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തുന്നതാണ് അഭികാമ്യം. സമാധി എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ നാം അറിയണം. അതറിയാതെയും അനുഭവിക്കാതെയും സമാധി എന്താണ് എന്ന് എത്ര പറഞ്ഞാലും ആർക്കും മനസ്സിലാകാൻ പോകുന്നില്ല. ഒരു മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങൾ ഉണ്ട് എന്ന് നാം ആദ്യം അറിയണം. ദേഹം എന്താണ് എന്ന് നാം കാണുന്നത് കൊണ്ടും പ്രവർത്തിക്കുന്നത് അറിയുന്നത് കൊണ്ടും നമുക്കെല്ലാവർക്കും അറിയാം. ദേഹി എന്താണെന്ന് ചോദിച്ചാൽ ചിലരെങ്കിലും ഒന്നാലോചിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. കാരണം ദേഹി ആരും കണ്ടിട്ടില്ല. എന്നാൽ ദേഹിയുടെ സവിശേഷതകൾ പറയുമ്പോൾ ഇതായിരുന്നോ ദേഹി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നാം ചോദിക്കും. ദേഹി എന്നതിൻ്റെ മറ്റൊരു പേര് വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറയാം. അത് കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ പേഴ്സണാലിറ്റിയാണ്, വ്യക്തിത്വമാണ് ഒരു മനുഷ്യനെ അവനാക്കി മാറ്റുന്നത് എന്ന് നമുക്കറിയാം. ദേഹമെന്നത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ ദേഹിയും വ്യക്തിത്വവും ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലോ. ഒത്തിരിയേറെ അവയവങ്ങൾ ചേരുമ്പോഴാണ് ദേഹം ഉണ്ടാകുന്നത് എന്നതുപോലെ ഒട്ടനവധി ഘടകങ്ങൾ ചേർന്നതാണ് ദേഹിയും. ബുദ്ധി, ചിന്ത, അറിവ്, ഭാവങ്ങൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ, ഇങ്ങനെ പോകുന്നു ദേഹിയിലെ വിവിധ ഘടകങ്ങൾ. ഇപ്പോൾ ദേഹി എന്നതിനെക്കുറിച്ച് കാര്യമായി അറിവില്ലാത്തവർക്ക് കുറച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ദേഹവും ദേഹിയും ഉള്ളതുപോലെ മനുഷ്യന് ആത്മാവും ഉണ്ട്. ദേഹത്തെപ്പോലെ ദേഹിയെപ്പോലെ ഒട്ടനവധി ഘടകങ്ങൾ ചേർന്നത് തന്നെയാണ് ആത്മാവ്. നമുക്കതാരും പഠിപ്പിച്ചു തരാത്തതിനാൽ അജ്ഞാതമായി ഇരിക്കുന്നു എന്ന് മാത്രം. അറിയുന്നതിനേക്കാൾ അറിയാത്ത കാര്യങ്ങളാണല്ലോ എപ്പോഴും കൂടുതൽ. അറിയാത്തത് കൊണ്ട് അതില്ല എന്ന് പറയുന്നത് വിവേകശൂന്യമാണെന്ന് മാത്രം. അവബോധം, ജ്ഞാനം, മനസാക്ഷി തുടങ്ങി ഒട്ടനവധി ഘടകങ്ങൾ ചേർന്നതാണ് മനുഷ്യൻ്റെ ആത്മാവ്. അല്ലാതെ സിനിമകളിൽ കാണുന്നത് പോലെ സുതാര്യമായ ഒരു ശരീരഘടനയല്ല ആത്മാവെന്ന് ചുരുക്കം. ശരീരം ഭൂമിയിലെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം. ദേഹി പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആർജിച്ചെടുക്കുന്ന അറിവുകളാൽ വികസിക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവ് ദൈവിക മൂലകങ്ങളാൽ രൂപപ്പെട്ടിരിക്കുന്നു. ദേഹത്തിന് നിലനിൽക്കാനായി ഭൗതിക ഘടകങ്ങൾ നിരന്തരം ആവശ്യമായതിനാൽ പ്രകൃതിയിൽ നിന്ന് തന്നെ ശരീരം അത് ആഹാരത്തിലൂടെയും മറ്റുള്ള രീതിയിലും അത് ആർജിച്ചെടുക്കുന്നു. ദേഹിയുടെ നിലനിൽപ്പ് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിരന്തരം ലഭിക്കുന്ന ഘടകങ്ങളെ ആശ്രയിച്ചായതിനാൽ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ആ കാര്യങ്ങൾ ദേഹി ആർജിച്ചെടുക്കുന്നു. ആത്മാവിൻ്റെ നിലനിൽപ്പ് ദൈവീകമായ ഘടകങ്ങളിലൂടെ ആയതിനാൽ അത് ആർജിക്കാനായി നാം പരിചരിച്ചിട്ടില്ലാത്തതിനാൽ ഭൂരിഭാഗം വ്യക്തികളിലും അത് സജീവമല്ല എന്ന് മാത്രം. ഇല്ല എന്നർത്ഥമില്ല. മനസ്സിന് ശരീരം വിട്ട് സ്ഥലകാല പരിമിതികളില്ലാതെ ഭാഗികമായി സഞ്ചരിക്കാൻ കഴിയുന്നത് പോലെ ആത്മാവിന് ശരീരവും മനസ്സും വിട്ട് സ്ഥലകാല പരിധിയില്ലാതെ പൂർണ്ണമായും അഭ്യസനത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയും. ശരീരം വിട്ട് മനസ്സിന് സഞ്ചരിക്കാൻ കഴിയുമെങ്കിലും മനസ്സിനെ നിയന്ത്രിക്കുന്നത് തലച്ചോറായതിനാൽ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോകാൻ മനസ്സിനാകില്ല. എന്നാൽ ആത്മാവിന് പൂർണ്ണമായും ശരീരവും മനസ്സും വിട്ടുപോകാനാകും. സൂക്ഷ്മമായ അഭ്യസനത്തിലൂടെ മാത്രമേ ആത്മാവ് ശരീരവും മനസ്സും വിട്ടുപോയാൽ തിരികെ ശരീരത്തിലേക്ക് ആർജിക്കുവാനായി സാധിക്കുകയുള്ളൂ. ഈ കഴിവ് ആർജിച്ചെടുക്കാനായി പല സിദ്ധികളും ഉണ്ട് താനും. ഒരു ബൾബ് ഉണ്ടാക്കി അതിനകത്തേക്ക് വൈദ്യുതി എത്തിച്ചാൽ പ്രകാശം കിട്ടും എന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. ഇവിടെ ബൾബിനെ ദേഹത്തോടും വൈദ്യുതിയെ ആത്മാവിനോടും പ്രകാശത്തെ ദേഹിയോടും നമുക്ക് ഉപമിക്കാം. വൈദ്യുതി വിട്ടുപോയാൽ പ്രകാശം നിലയ്ക്കും, ബൾബ് ചത്തതിന് സമമാകും.
എന്നാൽ എപ്പോൾ വൈദ്യുതി തിരികെ ആ ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നോ അപ്പോൾ പ്രകാശം വീണ്ടും ഉണ്ടാകും, ബൾബ് ജീവനുള്ളതായി മാറും. ഇതേ കാര്യമാണ് ആത്മാവും നമ്മിൽ ചെയ്യുന്നത്. ഇവിടെ ആത്മാവിനെ ശരീരം വിട്ടു പോകാൻ അനുവദിക്കാൻ പരിശീലനത്തിലൂടെ സാധ്യമാണ്, അതുപോലെ തിരികെ കൊണ്ടുവരുവാനും. ആത്മാവ് ശരീരം വിട്ടാൽ ശരീരം ചത്തതിന് സമമാകും, മനസ്സ് നിശ്ചലമാകും. ആത്മാവ് തിരികെ വരുമ്പോൾ ശരീരം ജീവനുള്ളതും മനസ്സ് സജീവവുമായി മാറും. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, എന്തിന് ഇങ്ങനെ ആത്മാവിനെ പോകാനും വരാനും അനുവദിക്കണം? എന്താണ് അതിൻ്റെ ആവശ്യകത? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രയോജനം? അപ്പോൾ ഞാൻ തിരികെ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാലോ? എന്തിന് മനസ്സിനെ ചിന്തകളിലൂടെ ശരീരം വിട്ടു പോകാൻ അനുവദിക്കണം? നാം വീട്ടിലിരിക്കുമ്പോൾ വീടിന് പുറത്തുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിനുള്ള ഉത്തരം? ഇതുപോലെ ചില ചോദ്യങ്ങൾ അപ്രസക്തമാണ്. അത് അജ്ഞതയിൽ നിന്നും ഉളവാകുന്നതാണ്. ഇനി സമാധി എന്താണെന്ന് ചുരുക്കി പറയാം. പരിശീലനത്തിലൂടെ, അറിവോടെ, സമ്മതത്തോടെ, ആഗ്രഹത്തോടെ ആത്മാവ് ദേഹം വിട്ട് പോകുമ്പോൾ ശരീരത്തിൻ്റെ ആ സമയത്തുള്ള അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത്. സമ്മതമോ അറിവോ ആഗ്രഹമോ ഇല്ലാതെയാണ് ആത്മാവ് ദേഹം വിട്ട് പോകുന്നതെങ്കിൽ അതിനെ മരണം എന്ന് പറയും. പിന്നെ ആത്മാവിന് ശരീരത്തിലേക്ക് തിരികെ വരാൻ പറ്റില്ല. ഇവിടെ പ്രധാനമായ കാര്യം, പരിശീലനത്തിലൂടെ, അറിവോടെ, സമ്മതത്തോടെ, ആഗ്രഹത്തോടു കൂടെ ആത്മാവിന് തിരികെ ശരീരത്തിലേക്ക് വരുവാൻ സാധിക്കും. ഇങ്ങനെ പരിശീലനത്തിലൂടെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ പരമാവധി 3 ദിവസങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. യേശുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ് എന്നൊക്കെ പറയുന്ന ഈ അവസ്ഥകളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ആത്മാവ് വന്നു പോകുന്ന കാര്യമാണ് എന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് യേശുവിൻ്റെ മരണത്തോടും അടക്കത്തോടും ആ ഉയർപ്പിനോടും താതാത്മ്യം പ്രാപിക്കാൻ നമുക്കും ആകും എന്ന് പറയാൻ കാരണം. ആത്മാവിനെ ഇത്തരത്തിൽ പരിശീലനത്തിലൂടെ ശരീരം വിട്ടു പോകാൻ പരിശീലിച്ച ഒരു വ്യക്തിക്ക് തിരികെ ശരീരത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുവരാതെ എന്നേക്കുമായി, നിത്യമായി ശരീരം ഉപേക്ഷിച്ച് പോകാനുള്ള തീരുമാനമെടുക്കുവാനും സാധിക്കും. ആത്മാവിനെ ഇനി ശരീരത്തിലേക്ക് കൊണ്ടുവരുന്നില്ല, എന്നേക്കുമായി പോകുകയാണ് എന്ന തീരുമാനം എടുത്ത ശേഷം അത് കൂടെയുള്ള ഉറ്റവരെയും ഉടയവരെയൊക്കെ അറിയിച്ചിട്ട് സ്വയം ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തി പോകുന്ന ഒന്നാണ് സമാധി. എല്ലാ മതഗ്രന്ഥത്തിലും അത്തരം ശരീരം വിട്ടുപോയ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളും ഖുറാനും പറയുന്ന അബ്രഹാം അത്തരത്തിൽ അറിഞ്ഞുകൊണ്ട് തൻ്റെ പ്രാണനെ വിട്ടുകൊടുത്ത വ്യക്തിയാണ്. ബൈബിൾ പറയുന്ന യാക്കോബ് അത്തരത്തിൽ പ്രാണനെ വിട്ടുപോയ ഒരു വ്യക്തിയാണ്. ജീസസ് അത്തരത്തിൽ സ്വയം തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് വിട്ടുകൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭയത്തോടും ഭീതിയോടും ആഗ്രഹമില്ലാതെ എല്ലാവരും മരിക്കണമെന്നല്ല ആത്മാവിൻ്റെ ദാതാവായ ഈശ്വരൻ്റെ ആഗ്രഹം. മറിച്ച് സുബോധത്തോടും സന്തോഷത്തോടും സമാധാനത്തോടും പൂർണ്ണ സമ്മതത്തോടും ആഗ്രഹത്തോടും ആത്മാവിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തി എല്ലാവരും സമാധിയാകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആ ഒരു ജീവിത ശൈലി നമുക്കും പരിശീലിക്കാം.